രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ന് സുരേഷ് ബാബു ഷാഫിക്കെതിരെ പുതിയ ആരോപണം ഉന്നയിക്കുകയാണ്. രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടക്കാരാണ്. സുന്ദരിയായ സ്ത്രീയെ കണ്ടാൽ ഷാഫി ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോകാൻ ക്ഷണിക്കും. അങ്ങനെ ഗുരുതരമായ പല ആരോപണങ്ങളും ഷാഫിക്കെതിരെ സുരേഷ് ബാബു ഉന്നയിക്കുന്നുണ്ട്. കൂട്ടുകച്ചവടം ഈ കാര്യത്തിൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത്. ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. ഹെഡ്മാസ്റ്ററിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. ഇതിന് പിന്നാലെ തന്നെ ഷാഫിയുടെ പ്രതികരണം വന്നു. ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണമല്ല, ഇത് അധിക്ഷേപമാണ്. ഇതിനെ നിയമപരമായി നേരിടുമെന്നാണ് ഷാഫി പറയുന്നത്. ഇതാണോ CPM-ന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയണം. പിന്നീട് ഈ വിഷയത്തിലൊന്നും വ്യക്തത വരുത്താൻ CPM ജില്ലാ സെക്രട്ടറിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പിന്നീടുള്ള മറുപടികളൊക്കെ ഒരു അഴകുഴമ്പൻ മറുപടി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒന്നും തന്നെ അതിൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഹെഡ് മാസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ അത് വ്യാഖ്യാനിച്ചു. ഷാഫി അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ഞാൻ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു മറുപടിയാണ് സുരേഷ് ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല. ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത്? എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിലിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല. സാധാരണ സൈബർ ഇടത്തിലൊക്കെ ഷാഫിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇത്തരത്തിലുള്ള കമന്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ മുഖങ്ങളില്ലാത്ത കുറെ ആളുകൾ പടച്ചുവിടുന്നതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത ഇപ്പോൾ EN സുരേഷ് ബാബുവിനാണ്.